ഹായ് ഓൾ. ലഞ്ച് ബോക്സ് ഫ്രണ്ട്ലി ആയ ഒരു സൂപ്പർ സംഗതി ആപ്പും അതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു 1.5 കപ്പ് പച്ചരി ഞാൻ ആദ്യമേ 3 മണിക്കൂർ നേരത്തേക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അത് മിക്സറിലേക്ക് മാറ്റുക, വെള്ളമില്ലാതെ. ആദ്യമേ നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കരുത്. അതിനുശേഷം ഒരു 3/4 കപ്പോളം ചൂടാറിയ കുക്ക്ഡ് റൈസും 1 കപ്പോളം ചിരകിയ തേങ്ങയും ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ സോഫ്റ്റായിട്ട് അരച്ചെടുക്കണം. അത് മൂടി വെച്ച് 6-8 മണിക്കൂറോളം നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. ഇവിടെ ഇപ്പം മാവ് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നു കഴിഞ്ഞു. ആപ്പം പാൻ എടുത്തിട്ട്, ആപ്പം പാൻ അത്യാവശ്യം ചൂടായിരിക്കണം. അതിങ്ങനെ ഏകദേശം ഒരു 1-1.5 ആപ്പ മാവ് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ കറക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ലോയിലാക്കി വെച്ച് മൂടി വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ആ സെൻറ്റർ പോർഷൻ നന്നായിട്ടൊന്ന് കുക്ക് ആവുന്നത് വരയ്ക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. അധികം സമയമൊന്നും എടുക്കില്ല. ഇവിടെ ഇപ്പോൾ നന്നായിട്ട് റെഡിയായി കഴിഞ്ഞു. ഇത് ലഞ്ച് ബോക്സ് ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആപ്പം പാനിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല. നമുക്കിത് ദോശക്കല്ലിലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ദോശക്കല്ലിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ദോശ പരത്തുന്ന പോലെ ഒരുപാട് തിന്നായിട്ട് പരത്തരുത്. അത്യാവശ്യം തിക്കായിട്ട് തന്നെ പരത്തിയിട്ട് നമ്മൾ ചെയ്തെടുക്കണം. ഇവിടെ മൂടി വെച്ചും നമുക്ക് കുക്ക് ചെയ്യാം, മൂടി വെക്കാതെയും കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്നത് മൂടി വെക്കാതെ മറിച്ചിട്ടിട്ടാണ്. എങ്ങനെ ചെയ്താലും അപ്പം സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അടുത്തത് മൂടി വെച്ചിട്ട് അതെങ്ങനെ വരുന്നു നോക്കാം. മൂടി വെക്കുമ്പോഴും ഇതിങ്ങനെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ ഞാനിവിടെ മറിച്ചിട്ടിട്ടില്ല. അപ്പോൾ മറിച്ചിട്ടാലും മൂടി വെച്ചാലും മൂടി വെക്കാതെയും നമുക്കിത് വളരെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ലഞ്ച് ബോക്സിലേക്ക് അതുകൊണ്ടാണ് വളരെ ചൂടാറിയതിന് ശേഷം ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ലഞ്ച് ബോക്സിലേക്ക് കുട്ടികൾക്കും മറ്റും കൊടുത്തയക്കാൻ സാധിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാം കൂടെ ഒരുമിച്ച് മിക്സറിലിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഒന്ന് ഫെർമെൻറ്റ് ചെയ്ത് വെക്കേണ്ട താമസമേ ഉള്ളൂ. അത്ര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.